Hi everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well. And right now I will be doing a birthday special mashup reaction. This is firstly wishing Prithvi Raj a very happy birthday. So I'm going to be reacting to his mashup. Now there are 3 videos shortlisted. One is Linto's video, second is by RKR Cuts, and the third is by RCM Promo and Remix. Now right now I'm just going to be reacting to one video, Linto's video, because I have some work and I'm actually in a little bit of hurry, so I'm going to be reacting to Linto's video right now, and the rest too I'll just post it as a separate video. I'll shoot it today itself, but I wanted to shoot a quick reaction right now before I do my work. So yes, right now it's going to be only Linto's reaction, like Linto's videos reaction. So the rest, RKR Cuts and RCM Promo and Remix, I'll club those two separately. So yes, firstly, a very happy birthday once again to Prithvi Raj, and let's look at this video. It's like a 5-minute video because those 2 videos, they're quite lengthy, so I'll just do a separate reaction for them. I'll shoot it today itself, but after I finish my work. So if I'm not able to shoot it today, then probably tomorrow. Okay. പൃഥ്വിരാജിന്റെ ഒരു ചിത്രം ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ. അന്ന് ഇവിടെ സംഭവിച്ചതെന്താന്ന് വെച്ചാൽ, പൃഥ്വിരാജ് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ കൂകും. ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് കൂകിയാൽ ശരി, ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ കൂകിയാൽ നീ പറയണ്ട ഇവിടെ. അതാണ് പടയും പടക്കോപ്പും എനിക്ക് വേണ്ട. എന്റെ ഉള്ളിൽ 22 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ കത്തിച്ച ഒരു തീയുണ്ട്. എനിക്കത് മതി. പറയാൻ പോകുന്നത് ഒരു രാജാവിന്റെ കഥ. ഈ പൃഥ്വിയാകെ സ്വന്തമാക്കിയ ഒരു നായകന്റെ വീരഗാഥ. റെയിൽവേ സ്റ്റേഷനിലും കളക്ടറേറ്റിലും പറ്റുമെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ പറ്റില്ല. അവിടെ വെച്ചാലെന്താ, പൊട്ടില്ലേ? എങ്കിൽ വെട്ടി വടിക്കണ കഴിവറണ മോനെ. ഇനി ഒരടി മുമ്പോട്ട് വെച്ച ചാവിട്ടി ആടിപ്പണ്ടം കലക്കി കൈ തരിഞ്ഞാൻ. എങ്കിൽ ഇങ്ങോട്ട് വേണ. നീ വളരെണ്ടി ഈ അമറേട്ടൻ പറഞ്ഞാൽ ജനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഹലോ, ഡോൺ വെറി മധുരക്കനി, നിജമാ ഞാൻ ഉന്നെ കൈവിട മാട്ടേ. പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാർ എന്നോട് പിണങ്ങൂല്ലേ? He's really one of the most dashing actors that I've seen. ഒരു കൊല്ലത്തിൽ കൂടുതൽ ഒരേ പെൺകുട്ടിയെ പ്രേമിക്കാൻ പറ്റുമോ? എനിക്ക് ബോറടിച്ചു. ജീവിതത്തിൽ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, വളച്ചിട്ടുണ്ട്. എടാ, ഈ കാലത്തിനിടെ ഈ കണ്ട അവളുമാരുടെ കൂട്ടത്തിൽ ഒരുത്തി ഇതിനകത്തോടെ കയറിയിട്ടില്ല. വയസ്സിലെ തമാശനായിരുന്നടാ. പക്ഷെ അത് ഇത്രയും കൊല്ലം ഇരിക്കപ്പുറതി തരാത്ത പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു പരിചയമില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എനിക്ക് അവളെ അറിയ പോലും. ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ, നീ ഒരുത്തിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും. 5 കൊല്ലം മുമ്പത്തെ സംസ്ഥാന യോജനോത്സവത്തിന് പങ്കെടുത്ത ഒരു 10ാം ക്ലാസ്സുകാരന് കുച്ചിപ്പുടിക്കും ഭരതനാട്യത്തിനും പിന്നെ പങ്കെടുത്ത ഐറ്റത്തിനൊക്കെയും സമ്മാനം നേടിയൊരു ഉണ്ടക്കണ്ണിയോട് ആരാധനയായിരുന്നു. എന്റെ കാല് പതിഞ്ഞ മുക്കത്തെ ഒരു പിടി മണ്ണി ഞാൻ സൂക്ഷിച്ചിട്ടില്ല. പോകുമ്പോ കൂടെ കൊണ്ടുപോകാൻ. That's the movie I want to watch with Parvati. മുംബൈ പോലീസിൽ ആ കഥാപാത്രം ഏറ്റെടുക്കാൻ ഒരു നായക നടനും തയ്യാറാവില്ല. പൃഥ്വിരാജിന്റെ സിനിമ സെലക്ഷനിൽ നമിച്ച ഒരു സിനിമയാണ് Mumbai Police was a really good movie. പൃഥ്വിരാജ് അങ്ങനെയാണ്. அப்பா லால் சார் இருக்கும்போது அவர் வந்து அவங்க பண்ண மாதிரி படம் பண்ணுவாரு, இப்போ நாங்க பண்ண மாதிரி படம் பண்ணுவாரு. அதுல கூட ஆனா ஹீஸ் மேட் ஸ்பேஸ் சார். ഹീറോയിസം നമുക്ക് ലാൽ സാർ സുരേഷ് ഏട്ടൻ കഴിഞ്ഞാൽ ഫയർ ഐറ്റം പൃഥ്വിരാജാണ്. Heroism. He is going to be on the top.
രായുട്ടൻ താർ ഉടുത്ത് കേട്ടാ ഗേറ്റ് തുറന്ന് തന്നെ കിടക്കണം. ഒറ്റ ഒരെണ്ണത്തിനെ ഇവിടെ കണ്ടുപോരുത്. ഇറങ്ങണല്ലോ. ഞാനേ ഇതുവരെ കുറെ സംസാരിച്ചു, കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഇനി ചെയ്ത I've still not watched it, because he directed it, na? നമ്മൾ വിചാരിക്കും നെടുന്നുള്ളൻ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് കുളമാക്കും. ഇത് വെറുതെ തോക്കുമ്പോൾ കയ്യിലെടുത്ത് Wait, singer? അടവ് പഠിപ്പിച്ചത് ഇരവിയാണ് തമ്പുരാനെ. തിരുമലൈ കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങും. ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോ കൂകിയാൽ നീ പറയണ്ട ഇവിടെ. അതാണ് എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. നീ ആളൊരു കൊമ്പനാടാ. കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കുന്നു. അതാടാ ചങ്കൂറ്റം. എന്റെ ചോരയ്ക്ക് ലേശം കൊഴുപ്പ് കൂടുതലാണ്. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് This was നടക്കാൻ very നിൽക്കല്ലേ. power-packed ഒടച്ച് video. കൈ തരിഞ്ഞ. അപ്പൊ ശരി. Sherry. Dude. Ayappanam Koshiyam still remains my absolute favorite Prithviraj film. Like, maybe Kuruthi comes a little closer, but no, I think it's still Ayappanam Koshiyam, because that performance of Prithviraj, sorry, it's like it haunted me for several days after I watched it. It literally haunted me, and I think because it was the first film of Prithviraj that I watched, I think, and the performance was just so incredible. I said, this guy is insane, man. This guy is insane, because I was thinking about the performance after, like, probably for like 3-4 days after I watched it. It was that good. It was that good. And his other films, like, so I feel from whatever I have known is that Prithviraj, you know, it's been like a hit or miss for him so many times. And now I also feel because of the current movies, like, you know, Cold Case happened and Brahmam happened, which, you know, didn't match the expectations of people and stuff like that. So I feel that it's either here or there. Like with Kuruthi, he was so in the zone, he was into the character and all of that. So it has a lot to do with the director also. But you know, it's just I feel that him as an actor, a lot of people call him that he's probably overrated. That's what I feel, that a lot of people think that, oh, he's not such a great actor. It's just like he's being appreciated way too much than what the talent that he has. But I totally feel he's completely like talented, and if given in hands of a really good director, he shines, and he has proved his caliber. He has proved his caliber in so many films. And you know, bad movies are part of everybody's career. It's not like every actor has had a streak of amazing movies, no flops at all. It just doesn't happen. Maybe in his case, it has happened more often because of the kind of scripts that he chose and all of that. It did not work. But that has got nothing to do with the talent that he already has. And of course, I have not watched Lucifer. That was his first directorial, like it was his directorial debut. And it's like a very nicely made commercial film, but I've not watched it. And I've said this before also. What I feel is that him having a string of flops or not doing so much well in the box office, doing average business, has also got to do with him experimenting so much with different kind of genres. This I've said before also, that at least this guy is someone who is willing to take risks, doesn't think too much of, oh, you know, I'm not going to be doing box office collection and this and that, because he still has that star power. To attract the audiences, to make them watch his movie, because there is something magical about his performance. And I like the fact that at least he's stepping up and taking risks, doing different kind of genres. It works or doesn't work is a different matter. It's a different matter. But at least
at least he has that foresight. That's what I like. That's what I like about him. And he's such a humble person. I love his personality overall. I love his personality overall. So dashing and charming. Like, look-wise, though, I don't have to say anything. He's freaking gorgeous. He's freaking gorgeous. So yes, once again, a very, very happy birthday to Prithvi Raj. I'm just gonna be, reacting to this video for now. But Linto, I think, did a good job about this video. I feel that this was more power packed. Like the music that was used, it was much more power packed. The heroism tag with the ending dialogue that was said, that after Lalataan and Mamuka, that heroism tag, definitely Prithvi Raj, will justify it, and he justifies carrying that tag forward. So he has that charm, he has that personality, that asserting his presence, because he looks like the dominant character when he's on screen. I completely feel that whenever he's acting, he looks like the dominant, superbly dominant character. I would love to watch a film where he is completely vulnerable. I have not watched that. Where whatever Prithvi Raj films I've watched, like, he's this alpha hero guy. But I would love to watch him in a very, very vulnerable role, because that's the side of him that I've not really witnessed. You guys could say that, yeah, in Mumbai Police he was very vulnerable and all, but I still feel that no, it is more on the heroism side. I would still say that, like, it had the shades of vulnerability, but still, overall, I would love to see a film where he's totally not in control of the situation. You know what I mean? I hope you do. So yes, that was the reaction, guys, for Linto's video. Do share in your thoughts. What was your favorite mashup from different editors? I would love to read them in the comments below, what you liked about that mashup. But because this is this format now I'm used to, because since 1 year I have been looking into birthday mashups. But yes, very well done, Linto. I definitely want to know your thoughts in the comments, and I will be signing off now from this video, and I will see you soon on my next video, guys. Bye bye.